ഇന്ത്യ US വ്യാപാര കരാറിന്റെ പേരിൽ ഇന്നലെ കുതിച്ചുയർന്ന ഓഹരി വിപണിയിൽ പുതിയ നിർമ്മിത ബുദ്ധി പേടിയിൽ IT കമ്പനികൾക്ക് വലിയ തകർച്ച. നിഫ്റ്റി IT തന്നെ ഇടിഞ്ഞത് 7%. ലീഗൽ, സെയിൽസ്, മാർക്കറ്റിംഗ്, ഡാറ്റ അനാലിസിസ് തുടങ്ങിയ പ്രൊഫഷണൽ സർവീസുകൾ AI-യുടെ വലിയ ഗുണഭോക്താക്കളാകുമെന്ന ധാരണ ഒലിഞ്ഞതാണ് പ്രശ്നം. ആന്ത്രോപിക് എന്ന AI ഡെവലപ്പർ തങ്ങളുടെ ക്ലോഡ് കോവർക്ക് ഏജന്റിന് വേണ്ട പ്ലഗിൻസ് കൊണ്ടുവന്നത് ഈ മേഖലകളിൽ വൻതോതിൽ ഓട്ടോമേഷന് ഇടയാക്കും. ഇത് IT കമ്പനികളുടെ നടുവൊടിക്കുമെന്നാണ് നിക്ഷേപക ഭയം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ആദായ നികുതി റെയ്ഡിനിടയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പുതിയ വഴിത്തിരിവുകളിൽ. മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കാണിക്കുന്ന 9 പേജ് കത്ത് കണ്ടെടുത്തതിന് പിന്നാലെ ചികിത്സയുടെ മെഡിക്കൽ ഹിസ്റ്ററി അന്വേഷിക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര. മരണത്തലേന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ റോയ് കണ്ടിരുന്നതായും മന്ത്രി. അനിൽ അംബാനിയും അനിൽ ധിരുഭായ് അംബാനി ഗ്രൂപ്പും ഉൾപ്പെട്ട ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ ഉത്തരവിട്ട് സുപ്രീം കോടതി. CBI-യും ED-യും 4 ആഴ്ചക്കകം അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കും. ടെക് ഭീമന്മാർ മാത്രമുള്ള ആഗോള ക്ലബിലേക്ക് റീറ്റെയിൽ അതികായൻ വാൾമാർട്ട്. വിവിധ രാജ്യങ്ങളിലായി പന്തലിച്ചു നിൽക്കുന്ന റീറ്റെയിൽ അതികായന്റെ വിപണി മൂല്യം ഇപ്പോൾ രൂപയിൽ കണക്കാക്കിയാൽ 90 ലക്ഷം കോടി. ഓഹരി വിപണിയിൽ നിന്ന് 20,000 കോടി രൂപയുടെ സമാഹരണ ലക്ഷ്യവുമായി 14 കമ്പനികൾ കൂടി IPO-യ്ക്ക്. ഈ വർഷം ഇതുവരെ നടന്ന 3 IPO-യിലൂടെ സമാഹരിച്ചത് 4,765 കോടി രൂപ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.